എന്ത് പെട്ടെന്ന് ആ സമയം പോയത്, എത്ര ദിവസം കടന്നു പോയത്. ഇങ്ങനെ ഓരോ രാത്രികൾ ഉറങ്ങാത്തത് കാരണം സമയം പോകുന്നത് പോലും മനസ്സിലായില്ല. ഈ ധൃതി പിടിച്ച് നോക്കുന്നത് എന്താണെന്നറിയാമോ? ലിപ്സ്റ്റിക്ക്. ഞങ്ങളിതാ അമ്പലത്തിൽ പോവാം കേട്ടോ. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. ഒരു ദേവീക്ഷേത്രത്തിലും പോയി, പിന്നെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലും പോയി. വയലിൻ്റെ കരയിൽ നടുക്കൂടെ 2 സൈഡിലും വയൽ, നടുക്കൊരു പാലം, നടപ്പാത. പാലമല്ല, നടപ്പാത. അതിലിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ചെറിയൊരു റിവർ, അതിൻ്റെ മേളിൽ കൂടെയുള്ളൊരു പാലം കട്ട് ചെയ്ത് ചെല്ലുമ്പോൾ അമ്പലം. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഈ ഭാരതപ്പുഴ. നല്ല ഭംഗി, എന്ത് രസമാണ് കണ്ടില്ലേ. ഇവിടെ കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. പിന്നെ എന്താ പറയുക, ഒരുപാട് നല്ല മനുഷ്യർ താമസിക്കുന്ന ഒരു നാടാണ് മലപ്പുറം. രാത്രി കാലങ്ങളിൽ നമ്മുടെ ടൗണിൽ എങ്ങും പോയി ഇരുന്ന് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. പക്ഷേ അവിടെ അങ്ങനെയല്ല. അവിടെ ഒരുപാട് സ്ഥലമുണ്ട്, നോ റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ഫുഡ് എല്ലാം. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. എങ്ങനെയൊക്കെയോ ഞാൻ പരിചയപ്പെട്ടതാണ് ആദർശ് ചേച്ചിയെ. ആദർശ് ചേച്ചി ഇപ്പം ക്ലോസ് ടു മൈ ഹേർട്ടാണ്. എൻ്റെ ഒരു എന്താ പറയുക, ഓൺ സിസ്റ്റർ. ഞങ്ങൾ 3 പേരെയും കാണുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, സിസ്റ്ററാണോ. ദേവുട്ടിയെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, മോളാണോ അല്ലെങ്കിൽ ചേച്ചിയുടെ മോളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും എങ്ങനെയോ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് 3 പേർക്ക് അറിയാം. ഇത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ ഭ്രാന്തൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വിഷമമുണ്ട്, പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ പിടിച്ച് നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. ഇപ്പം ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഴയ കാര്യത്തെ കളികൾ കളിക്കുന്നതും കുഞ്ഞുങ്ങളുടെ എന്താ പറയുന്ന ഒരു ഒത്തൊരുമയും അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു. കുറേ നല്ല മനുഷ്യരെ നമ്മൾ അറിഞ്ഞു, കുറേ നല്ല ആഹാരം കഴിച്ചു. എങ്ങനെ ഒരു മനുഷ്യൻ വീട്ടിൽ വന്നാൽ സൽക്കരിക്കുക. 2 ദിവസം കഴിയുമ്പോഴേ എങ്ങനെയെങ്കിലും നാശങ്ങൾ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ ദിവസം കൂടുന്തോറും അവർക്ക് എത്ര നല്ല ഫുഡ് കൊടുക്കാം, അവരെ എവിടേക്ക് കൊണ്ടുപോകാം, എന്തൊക്കെ കാണിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടുകാരാട്ടോ മലപ്പുറംകാർ. ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. ഇത്രയും ദൂരം കല്യാണം കഴിച്ച് പോകുന്ന എല്ലാ പെൺകുട്ടികൾക്ക് ഉള്ളൊരു എന്താ പറയുക, ഒരു വിഷമമാണ്. സ്വന്തക്കാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം. ദേവുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ പണ്ട് വീട്ടിലൊക്കെ വിരുന്നുകാർ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് പൈസ തരില്ലേ, ആ സന്തോഷത്തിലാണ് ദേവുട്ടി, പൈസ കിട്ടിയ സന്തോഷത്തിൽ. ഇപ്പോൾ ഒന്നും നമ്മുടെ നാട്ടിലും അങ്ങനെയില്ല. പിന്നെ വരുന്ന വഴിക്ക് അങ്കമാലിയിൽ നിർത്തി കുറച്ച് പോർക്ക് വാങ്ങി. എനിക്കെന്തോ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. പിന്നെ കോന്നിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങളങ്ങനെ ഒരു തട്ടുകടയിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഓടി എത്താൻ നോക്കി കേട്ടോ. ഞങ്ങൾക്ക് വേഗം വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.